നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാളികൾ കാത്തിരുന്ന ആ ഉത്തരവ് കോടതിയിൽ നിന്ന് വരികയാണ്. ഒടുവിൽ നീതിക്ക് ഇവിടെ ന്യായമുണ്ടെന്നും നീതിയാണ് വലുത് എന്നതും സത്യമായി മാറുന്ന കാഴ്ചയാണ്. മേയറും MLA-യും KSRTC ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ അവസാനം നിയമത്തിന്റെ വഴിയെ നീങ്ങുകയാണ്. പവനായി ശവമായി എന്ന് പറയാം. KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രനും MLA സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കാനാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഉത്തരവ് ഇട്ടിരിക്കുന്നത്. യദു ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നിയമം വഴി മാത്രമേ കാര്യങ്ങൾ നീങ്ങാൻ കഴിയുകയുള്ളൂ. നിയമത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെന്നും യദു പറഞ്ഞിരുന്നു. സത്യം ഏതായാലും നിയമം വഴി പുറത്തുവരുമെന്ന യദു പറഞ്ഞ ആ വാർത്തയും വാക്കും ഇവിടെ സത്യമായി മാറുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും ഒടുവിൽ കോടതി ചൂണ്ടിക്കാണിച്ച് ചെയ്യിപ്പിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ കേരളം നീങ്ങിയിരിക്കുന്നു എന്നതിന്റെ കൂടെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു പരാതി ഒരു വ്യക്തി കൊണ്ടുവരുമ്പോൾ, അത് ആദ്യമോ രണ്ടാമതോ ആയിക്കോട്ടെ, ഒരു വ്യക്തി കൊണ്ടുവരുമ്പോൾ അതിനെ സ്വീകരിച്ച് അതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഉള്ളത്. കാരണം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും വിശ്വസിക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസ് സേനയും ഈ സംവിധാനത്തെയും തന്നെയാണ്. അതുമല്ലെങ്കിൽ ഇപ്പോഴിതാ പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട നേരിട്ട് ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ കോടതിയിലേക്കോ ഒക്കെ പോകേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. യദു അന്നേ പറഞ്ഞിരുന്നു, താനുമായി ബന്ധപ്പെട്ട പല കള്ളക്കഥകളും പല കള്ള കേസുകളും കുത്തിപ്പൊക്കുന്നവർ അന്ന് ഞാൻ പോയിരുന്നതും അന്ന് എന്നെ രക്ഷപ്പെടുത്തിയതും നീതി ഉപയോഗിച്ച് തന്നെയാണ്. അതേ നീതി ഇന്ന് എന്നെ ഇവിടെ രക്ഷപ്പെടുത്തുമെന്നും പറയുന്നു. ഏതായാലും ആദ്യത്തെ ഘട്ടം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു പരാതി മേയറേയും അതുപോലെ തന്നെ MLA-ക്കുമെതിരെ രണ്ടുപേർക്കുമെതിരെ കേസെടുക്കാൻ ഇപ്പോൾ കോടതി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA, മേയറുടെ സഹോദരൻ അരവിന്ദ്, ഭാര്യ ആര്യ, കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയായിരുന്നു യദുവിന്റെ പരാതി. കന്റോൺമെന്റ് പോലീസിനോട് കേസെടുക്കാൻ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായി തടങ്കൽ വെക്കൽ, അസഭ്യം പറയൽ എന്നീ പരാതികളാണ് ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. പരാതി കോടതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. യദുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തത് കൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയും സമാന സംഭവത്തിന് കന്റോൺമെന്റ് പോലീസ് മേയർക്കും ഭർത്താവിനും ഒപ്പമുണ്ടായിരുന്ന 5 പേർക്കുമെതിരെ കേസെടുത്തിരുന്നു. KSRTC ബസ് നടുറോഡിൽ തടഞ്ഞിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് കാട്ടി നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. ഗതാഗതം തടസ്സപ്പെടുത്തിയതിന്റെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അഭിഭാഷകനായ ബൈജു നോയലിന്റെ ഹർജിയാണ് നടപടി. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നായിരുന്നു ബൈജു നോയൽ നൽകിയ പരാതി. സമാന സ്വഭാവമുള്ള ഹർജിയിൽ കഴിഞ്ഞ ദിവസം എടുത്ത കേസിൽ അന്വേഷണം നടത്തുന്ന കാര്യം സർക്കാർ കോടതിയെ അറിയിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ഹർജി പരിഗണിച്ചത്. അതേസമയം ബസ്സിലെ CCTV-യുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പാപ്പനംകോടുള്ള KSRTC വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. യദു ഉൾപ്പെടെ ബസ് ഓടിച്ചവർ, ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർമാർ എന്നിവരുടെ മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. അതേസമയം KSRTC ഡ്രൈവർ യദുവും മേയർ ആര്യ രാജേന്ദ്രനുമായി ഉണ്ടായ വാക്കുതർക്കത്തിൽ താൻ നൽകിയ മൊഴി എന്ന പേരിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിലെ കണ്ടക്ടർ സുബിൻ പുറത്തുവരികയാണ്. തന്റെ മൊഴി എന്താണെന്ന് ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല എന്നും സുബിൻ പറയുകയാണ്. സംഭവം നടന്ന ശേഷം ഇതാദ്യമായാണ് സുബിൻ ഒരു മാധ്യമത്തോട് സംസാരിക്കുന്നത്. പൊതുസമൂഹത്തിൽ KSRTCക്ക് അവമതിപ്പുണ്ടാക്കുന്ന നടപടികൾ താൻ ചെയ്യില്ല എന്നും AA റഹീം MPയുമായി താൻ സംസാരിച്ചത് വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് സുബിൻ പറയുന്നത്. ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രന് നേരെ ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്ന് തനിക്ക് അറിയില്ല എന്ന ബസ്സിലെ കണ്ടക്ടറായിരുന്ന സുബിൻ മൊഴി നൽകിയെന്നാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത. പിൻസീറ്റിലായതിനാൽ താൻ ഒന്നും കണ്ടില്ല എന്നും ബസ് കാറിനെ ഓവർടേക്ക് ചെയ്തോ എന്ന് പോലും അറിയില്ല എന്നും ബസ് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് തടഞ്ഞപ്പോൾ മാത്രമാണ് താൻ സംഭവം അറിഞ്ഞത് എന്നുമാണ് സുബിൻ മൊഴി നൽകിയത് എന്നാണ് പ്രചരിക്കുന്ന വാർത്ത.
എ റഹീം, യദു, ആര്യ രാജേന്ദ്രൻ, സുബിൻ ഒളിവിലാണ് എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ആ വാർത്തയിലൂടെ മറുപടി ഇങ്ങനെയായിരുന്നു യദു നൽകിയത്. കഴിഞ്ഞ മാസം 27-നാണ് സംഭവം നടന്നത്. ഓരോ ദിവസം കഴിയും തോറും വിവാദങ്ങൾ വലുതായി. ഞാൻ ഈ കേസിലെ പ്രതിയോ വാദിയോ അല്ല, സാക്ഷി മാത്രമാണ്. ഞാൻ എന്തിനാണ് ഒളിവിൽ പോകേണ്ടത്? എനിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുള്ള പബ്ലിസിറ്റിയിൽ താല്പര്യമില്ല. സംഭവം നടന്ന പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിയിൽ കയറി. ഇന്നും ഡ്യൂട്ടി ഉണ്ട്. ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നും വേണം പ്രവർത്തിക്കേണ്ടത്. അതിനുള്ളിൽ നിന്ന് മാത്രമേ എനിക്ക് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്തത്. എന്തെങ്കിലും നാക്കുപിഴ സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടി വരും. ഞാൻ കാരണം KSRTCക്ക് അവമതിപ്പുണ്ടാക്കാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് യദു. പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ പറയേണ്ടിടത്ത് പറയിട്ടുണ്ടെന്നും യദു പറയുകയാണ്. എന്തായാലും കോടതി ഒടുവിൽ നീതിയുടെ ന്യായത്തിൽ അല്ലെങ്കിൽ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുകയാണ്. കോടതിയിൽ മാത്രമേ നമുക്ക് സാധാരണക്കാർക്ക് വിശ്വാസമുള്ളൂ. ആ വിശ്വാസം എന്തുകൊണ്ടാണ് എന്ന് വീണ്ടും വീണ്ടും പോലീസുകാർക്ക് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ് ഈ കോടതിയുടെ ഈ വിധിയിലൂടെ.